ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്റ്റോക്കിനെ കുറിച്ച് തന്നെയാണ്. ബഡ്ജറ്റിൽ കൂടുതലായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ മേഖലയ്ക്ക് ഒരു ഊന്നൽ കൊടുക്കുകയുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിലുള്ള അപ് മൂവ്മെന്റ് പോകാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോ ചെയ്യുന്നത് ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമായിട്ട് കാണുക. ഇത് സ്റ്റോക്ക് ബൈ ചെയ്യാനോ സെല്ല് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ ആയിട്ട് കാണാതിരിക്കുക. അപ്പോൾ നമുക്ക് ഈ കമ്പനിയെ കുറിച്ച് നോക്കാം. IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. അടിസ്ഥാന സൗകര്യ വികസനവും അതുപോലെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ പ്രമുഖമായിട്ടുള്ള ഒരു സ്വകാര്യ മേഖലയിലെ കമ്പനിയാണിത് IRB ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. പ്രധാനമായിട്ടും റോഡ് വികസനം, ദേശീയപാത നിർമ്മിക്കുന്നതിലാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 12 സംസ്ഥാനങ്ങളിലായിട്ട് ഈ കമ്പനിക്ക് പ്രസൻസ് ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 41,711 CR ആണ്. അതുപോലെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 69 രൂപയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 52 വീക്കിറ്റ് ഹൈ നോക്കുമ്പോൾ 78 രൂപ 20 പൈസ വരെ സ്റ്റോക്ക് പോയതെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ലോ എന്ന് പറയുന്നത് 25 രൂപയാണ്. സ്റ്റോക്കിന്റെ PE എന്ന് പറയുന്നത് 68.8 ആണ്. ബുക്ക് വാല്യൂ 22.8 ആണ്. ബുക്ക് വാല്യൂവിന് 3 ടൈംസ് മുകളിലായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ ഡിവിഡന്റ് ഈൽഡ് ഒന്നും വലിയ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. 0.43% ഡിവിഡന്റ് ഈൽഡ് ആണുള്ളത്. ROയിലേക്ക് നോക്കുമ്പോൾ 4.47% ROയും ROCയിലേക്ക് നോക്കുമ്പോൾ 9% ROC ആണ് കാണാൻ സാധിക്കുന്നത്. ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 1 രൂപ ഫേസ് വാല്യൂ ഉള്ള സ്റ്റോക്ക് തന്നെയാണ്. കമ്പനിയുടെ നെഗറ്റീവ് സൈഡുകളും പോസിറ്റീവ് സൈഡുകളും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ നെഗറ്റീവ് സൈഡിലേക്ക് നോക്കുമ്പോൾ ബുക്ക് വാല്യൂവിന്റെ 3 ടൈംസ് മുകളിലായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത് ലോ ആണ്. പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ഡിക്രീസ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ക്വാർട്ടറിൽ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ഡിക്രീസ് ആയി കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ പ്രൊമോട്ടേഴ്സ് സ്റ്റോക്ക് പ്ലെഡ്ജ് ചെയ്തതായിട്ടും കാണുന്നുണ്ട്. 55.3% പ്രൊമോട്ടേഴ്സ് സ്റ്റോക്കിനെ പ്ലെഡ്ജ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കമ്പാരിസേഷൻ ചാർട്ടിലേക്കൊക്കെ വരുമ്പോൾ റെയിൽ വികാസ് നിഗം പോലുള്ള സ്റ്റോക്കുകൾ തന്നെയാണ് ഇവരെ കമ്പാരിസേഷൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ JR ഇൻഫ്രാ പ്രൊജക്ട്, അതുപോലെ PNC ഇൻഫ്രാടെക്, അതുപോലെ KNR കൺസ്ട്രക്ഷൻ പോലുള്ള കമ്പനികളാണ് ഇവരുടെ കമ്പാരിസേഷനിൽ വരുന്നത്. ക്വാർട്ടറിലെ റിസൾട്ടുകളൊക്കെ പരിശോധിക്കുമ്പോൾ 2021 മുതലുള്ള റിസൾട്ടുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 2021 മുതൽ 2024 വരെ റിസൾട്ട് പരിശോധിക്കുമ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആയിട്ടുണ്ട്. സെയിൽസ് 600 കോടിയാണ് സെയിൽസ് 2021 മാർച്ചിൽ വന്നപ്പോൾ. 2024 2061 കോടിയുടെ സെയിൽസ് ആയിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2021 731 ആണെങ്കിൽ 775 ആണ് 2024 വന്നപ്പോൾ. വലിയ രീതിയിലുള്ള ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 37%ാണ്. നെറ്റ് പ്രോഫിറ്റിലേക്ക് വരുമ്പോൾ 189 CR ആയിട്ട് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 187 ആയിരുന്നു. 2 കോടിയുടെ ഉയർച്ച മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റിലേക്ക് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഉയർച്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ചില സമയങ്ങളിലൊക്കെ പ്രോഫിറ്റ് ഉയരും, ചില സമയങ്ങളിൽ ഡിക്രീസ് ആകും. അങ്ങനെയാണ് തീർച്ചയായിട്ടും ഈ നെറ്റ് പ്രോഫിറ്റിന്റെ ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മൾ ഇയർലി ഉള്ള കമ്പാരിസേഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2013 3687 CR ആയിരുന്നു അവരുടെ സെയിൽസ്. എന്നാൽ 2024 വന്നപ്പോൾ 7409 CR ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ക്രമാതീതമായിട്ടുള്ള ഒരു വർധനം കാണാൻ സാധിക്കുന്നുണ്ട്. 2021 ഒരു കുറവ് വന്നിട്ടുള്ളത്. 2020 കമ്പയർ ചെയ്യുമ്പോൾ വീണ്ടും ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ എക്സ്പെൻസും അതുപോലെ തന്നെ ഇൻക്രീസ് ആയി വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3017 CR ആണ്. കഴിഞ്ഞ ഇയറിനെ കമ്പയർ ചെയ്യുമ്പോൾ 3130 ആയിരുന്നു. അവിടെ നിന്ന് നമുക്ക് ഒരു ഡിക്രീസ് ആയി വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഇയറിനെ സംബന്ധിച്ച് ഡിക്രീസ് ആണ്. അതുപോലെ 2022 2575 ആയിരുന്നു. OPM-ലേക്ക് നോക്കുമ്പോൾ 41% OPM കാണാൻ സാധിക്കുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റിലേക്ക് നോക്കുമ്പോൾ 606 CR നെറ്റ് പ്രോഫിറ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് 2024. അതുപോലെ 2023 720 CR. അതുപോലെ തന്നെ 22 നോക്കുമ്പോൾ 361. ആദ്യത്തെ പോലെ തന്നെ 2000 കാലഘട്ടത്തിൽ നോക്കുമ്പോൾ 5554 CR നെറ്റ് പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ക്രമാതീതമായിട്ടുള്ള ഒരു വർധനമൊന്നും ഈ പ്രോഫിറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇടയ്ക്കൊക്കെ ഡിക്രീസ് ആവുന്നുണ്ട്, പ്രോഫിറ്റ് കുറയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. EPS-ലേക്ക് നോക്കുമ്പോൾ 1 രൂപ EPS-ഉം അതുപോലെ ഡിവിഡന്റ് പേ ഔട്ട് വർഷാടിസ്ഥാനം നോക്കുമ്പോൾ 30% കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന് നമ്മൾ നോക്കേണ്ടത് സെയിൽസ് ഗ്രോത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. സെയിൽസ് ഗ്രോത്ത് 10 വർഷത്തിൽ 7%, 3 വർഷത്തിൽ 12% വളർച്ച നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് 3 വർഷത്തിൽ 74% വളർച്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ സ്റ്റോക്ക് പ്രൈസിന്റെ CAGR നോക്കുമ്പോൾ 3 വർഷത്തിൽ 57%, 1 വർഷത്തിൽ 164% ഉയർച്ച കാണുന്നുണ്ട്. റിട്ടേൺ ഇക്വിറ്റി ലാസ്റ്റ് ഇയർ 4% റിട്ടേൺ ഇക്വിറ്റിയാണ് ഇവിടെ കാണുന്നത്. ബാലൻസ് ഷീറ്റിലേക്ക് നോക്കുമ്പോൾ 13,141 CR റിസർവേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കടങ്ങൾ എന്ന് പറയുന്നത് 18,653 CR കടങ്ങൾ. ക്യാഷ് ഫ്ലോസിലേക്ക് നോക്കുമ്പോൾ
ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ആണ് നിൽക്കുന്നത്. -68 CR നെഗറ്റീവ് ക്യാഷ് ഫ്ലോ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നോക്കേണ്ടത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ്. ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ പ്രൊമോട്ടേഴ്സിന്റെ ഹോൾഡിംഗ് എന്ന് പറയുന്നത് 30% ഹോൾഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. 2022 മുതൽ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് 35% മുകളിലായിട്ട് ഹോൾഡ് ചെയ്യുന്നില്ല. മറ്റൊന്ന് പ്രധാനമായിട്ട് നോക്കേണ്ടത് FIA ഹോൾഡിംഗ്സ് ആണ്. FIA മാർച്ച് മാസത്തിൽ 47% ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നതായി. ജൂണിലേക്ക് വന്നപ്പോൾ 44.47% അവരുടെ ഹോൾഡിംഗ്സ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ DIയും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സും ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. 7.65% ജൂൺ മാസത്തിൽ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാർച്ച് ക്വാർട്ടറിൽ നോക്കുമ്പോൾ 7.78% അവരുടെ ഹോൾഡിംഗ്സ്. FIAയും DIയും ഒരുപോലെ തന്നെ ഡിക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഗവൺമെന്റിന്റെ ഹോൾഡിംഗ്സ് എന്ന് പറയുന്നത് 0.01%. മറ്റൊന്ന് പബ്ലിക്കാണ്. പബ്ലിക് 17.46% ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ടെക്നിക്കൽ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ 2023 അവസാന കാലഘട്ടത്തിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി സ്റ്റോക്ക് മുകളിലേക്ക് പോയതാണ്. 70 രൂപ എന്ന് പറഞ്ഞ റേഞ്ചിൽ തൊട്ടു വീണ്ടും ഈ സ്റ്റോക്ക് ഡൗണിലേക്ക് വരികയുണ്ട്. ഏകദേശം ഒരു 50 രൂപയ്ക്ക് സ്റ്റോക്ക് വന്നു വീണ്ടും 78 എന്ന് പറയുന്ന ഒരു റേഞ്ചിലേക്ക് പോയി. ഇപ്പോൾ സ്റ്റോക്ക് ശരിക്കും പറഞ്ഞ ഒരു കൺസോൾട്ടേഷനിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഏകദേശം ഒരു റീടെസ്റ്റ് എന്ന് പറയുന്ന 60 മേഖലയിലേക്ക് റീടെസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ടെക്നിക്കലി ഒരു സപ്പോർട്ട് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുകളിലേക്ക് പോവുകയാണെങ്കിൽ 78 ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല രീതിയിലുള്ള മൂവ്മെന്റ് പോകാൻ സാധ്യതയുണ്ട് ടെക്നിക്കൽ ചാർട്ട് പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു അഡ്വൈസ് ആയിട്ട് കണക്കാക്കാതെ നിങ്ങളൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ എന്ന് മാത്രം കാണുക. ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുന്നുണ്ട്, സെല്ല് ചെയ്യുന്നുണ്ട്, യാതൊരുവിധ റെക്കമെൻഡേഷൻ നൽകാതെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.